ആ കൂട്ടത്തിൽ ഒരാൾ കൂടി എന്നുള്ളതാണ്. എനിക്ക് ഈ ഇപ്പം സർവൈവറായിട്ടുള്ള ആളുമായിട്ട് ഉള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ഞാൻ റിപ്പീറ്റഡ്ലി പറയാറുണ്ട്, സജ്ജമായിരിക്കണം, ഇത് തോൽക്കാനുള്ള ഒരു പോരാട്ടമാണ് എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ ഈ മുന്നിലുള്ള ഐസ്ക്രീം പാർലർ കേസാണെങ്കിലും ഈ ബിഷപ്പ് ഫ്രാങ്കോൻ്റെ കേസാണെങ്കിലും ഒക്കെ ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷെ അതിന് സ്ഥിരമായിട്ട് അവൾ തിരിച്ച് തന്നെ എനിക്ക് ധൈര്യം തന്നിരുന്നത് ഇതങ്ങനെയല്ല എന്നാണ്. കേരളത്തിൽ ഇനി ഇത് മുന്നോട്ട് വെച്ച സാമൂഹ്യ പാഠം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെടുമ്പം ഒരു കാരണവശാലും പരാതിയായിട്ട് പോവരുത്. വീണ്ടും വീണ്ടും തോൽപ്പിക്കപ്പെടുക മാത്രമേ ഉള്ളൂ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടായി, എന്താണ് ആ സ്ത്രീകളൊന്നും പരാതിയായിട്ട് മുന്നോട്ട് പോവാതിരുന്ന് എന്ന് ചോദിച്ചു. 10 കൊല്ലം മുന്നോ 20 കൊല്ലം മുമ്പോ ഒക്കെ ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത്? ഇവിടെ ഇന്ന് സംഭവിക്കുന്നത് ഇന്ന് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ അവസ്ഥയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് തന്നെ ആവർത്തിക്കും. വിചാരണ വേളയിലൊക്കെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട പല പരാതികളും വന്നിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അജിതേശൊക്കെ പറയുകയും ചെയ്തിരുന്നു, ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരികയുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിപ്പോവാണ് ചെയ്തത്. കാരണം ഇതിലെനിക്ക് അജീഷ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യാത്രയിൽ ഞാൻ അജീഷിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം പാർലർ കേസിലൊക്കെ എല്ലാ നിലയ്ക്കും ശിക്ഷിക്കപ്പെടും നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ഒരു ഇൻട്രോഗേഷൻ പോലും നടന്നിട്ടില്ലാത്ത സ്ഥലത്ത് ഇത് സ്ഥാനത്ത് നിൽക്കുന്ന ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരാളെ ശിക്ഷിച്ച് 86 ദിവസത്തോളം കസ്റ്റഡിയിൽ ജയിലിൽ കടന്നു എന്ന് പറയുന്നത് ഇതൊരു വലിയ മാറ്റമായിട്ടാണ് നമുക്ക് തോന്നിയത്. മറ്റു കേസുകളിൽ അതുപോലും ഉണ്ടായിട്ടില്ല. ക്രിമിനൽ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണെന്നാണ് ദിലീപിന്റെ ആദ്യ ഒരു പ്രതികരണം. പ്രത്യേകിച്ച് മഞ്ജുവാരുടെ വാക്കുകൾ എടുത്തു പറഞ്ഞു, മഞ്ജുവിന്റെ പേര് പറഞ്ഞിട്ട്. അത് തന്നെയാണ് ഐസ്ക്രീം പാർലർ കേസിലെ ഏറ്റവും അവസാനത്തെ ആളും മൊഴി മാറ്റി പറഞ്ഞു. ഇപ്പം അജീഷിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു രാത്രി ഇന്ത്യ വിഷനിൽ ന്യൂസ് ടൈമിൽ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അജീഷ് പറഞ്ഞത്, ഞാനല്ലല്ലോ തോറ്റുപോയത്, തോറ്റതൊരു സിവിൽ സമൂഹമാണല്ലോ എന്നാണ്. അന്നും പറഞ്ഞിരുന്നത് അജീഷിക്ക് എന്തോ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കാൻ അജീഷ് ചെയ്ത ആൾക്കാരെയൊക്കെ ഇങ്ങനെ കള്ളസാക്ഷികളായിട്ട് കൊണ്ടുവന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ വളരെ ലോ ആണ്, നമുക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഒരു കാരണവശാലും പരാതിയായിട്ട് പോകേണ്ടതില്ല. വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നോക്കാം, ഇത്തരം ആൾക്കാരെ ചെറുത്ത് തോൽപ്പിക്കാനോ ഒക്കെ നമുക്ക് മറ്റു മാർഗ്ഗങ്ങൾ നോക്കാം. പിന്നെ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഒരു ശിക്ഷ സിനിമയുടെ ഇതിവൃത്തം ഇതുവരെ നമ്മുടെ മുമ്പിൽ അതിൻ്റെ സാക്ഷ്യങ്ങളില്ല. മലയാള സിനിമയിൽ എപ്പോഴും ഇത്തരം തെറ്റ് നടക്കുമ്പം നായകസ്ഥാനത്തുള്ള ആങ്ങളെയും ഭാര്യയും ഭർത്താവും അച്ഛനും ഒക്കെ പോയിട്ട് കൊല ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ കോടതിയിൽ വിചാരണ നേരിട്ട് കൃത്യമായിട്ട് ശിക്ഷിച്ചിട്ടുള്ള ഒരു ചരിത്രം മലയാള സിനിമേൻ്റെ ഇതിവൃത്തത്തിൽ ഉണ്ടായില്ല. ഹോൾ സിസ്റ്റം WCC പറഞ്ഞുകൊണ്ടിരുന്നത് സിസ്റ്റമിക് ചേഞ്ച് എന്നായിരുന്നു. നമ്മൾ ഒരാളുടെ പേരും നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട് ദീദി ദാമോദരൻ. ഇതിൽ ഇത്തരം പെൺകുട്ടികൾ ഇനി പരാതിയുമായി എങ്ങനെ മുന്നോട്ട് പോകും, അത് പരാതിയുമായി പോകരുത് എന്നൊക്കെയുള്ള സന്ദേശമാണോ എന്ന തരത്തിലേക്കാണ് അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഏതായാലും ഇതിൽ അതിജീവിത നടത്തിയ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം വിജയം കണ്ടു എന്ന് തന്നെ നമ്മൾ പറയും പല അർത്ഥങ്ങളിലും. പക്ഷെ കോടതിയിൽ ഇപ്പോൾ അത് തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് കോടതി വിധി പുറത്തു വന്നിട്ടുണ്ട്. എങ്കിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.